കെ കരുണാകരൻ എന്ന അതികായനായ കോൺഗ്രസ് നേതാവിന്റെ മക്കൾ തമ്മിലുള്ള ഇണക്കവും പിണക്കവും എന്നും വാർത്തയായിരുന്നു. തർക്കം കൊടുമ്പിരി കൊള്ളുമ്പോൾ തങ്ങൾ തമ്മിൽ അത്തരമൊരു സാഹോദര്യ ബന്ധം ഇല്ല എന്ന് തീർത്തു പറയാൻ ഇരുവർക്കും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അല്പം ആശ്വാസവും സ്വാതന്ത്ര്യവും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നത്. എന്നാൽ പത്മജയുടെ BJP അരങ്ങേറ്റം മൂലം ഒരു സഹോദരൻ എന്ന നിലയിൽ മുരളീധരന് ഒരുപാട് ബാധ്യതകൾ എടുക്കേണ്ടി വന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു. ആ ബാധ്യതകളിൽ ഒന്നാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പറിച്ചുനടൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5,26,755 വോട്ടുകൾ നേടി വിജയിച്ച വടകര എന്ന ഭാഗ്യമണ്ഡലത്തെയാണ് അദ്ദേഹം വിട്ടുകളയേണ്ടി വന്നത്. എന്നാൽ കോൺഗ്രസിൽ നിന്നും പോയ ശേഷവും പത്മജ വേണുഗോപാൽ നിരന്തരം കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. കോൺഗ്രസിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനകളും ചതികളും അവർ തുറന്നു പറഞ്ഞു. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ തന്റെ സഹോദരൻ മുരളീധരൻ സുരക്ഷിതനല്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈകാതെ തന്നെ മുരളീധരൻ താൻ പറയുന്നതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്ന് പത്മജ പറഞ്ഞു വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC യോഗത്തിന് ശേഷം ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായി. അതിന്റെ കാരണം ചില നേതാക്കൾക്ക് പണത്തോടുള്ള ആർത്തിയാണെന്ന് മുരളീധരൻ തുറന്നടിച്ചു എന്ന വാർത്തയാണ് പ്രചരിച്ചത്. TN പ്രതാപൻ, ജോസ് വെള്ളൂർ എന്നീ നേതാക്കളെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു എന്നും വാർത്തകൾ പരന്നു. എന്നാൽ അതേസമയം ആ വാർത്തയിൽ കഴമ്പില്ല എന്നും വാർത്ത വ്യാജമായി കെട്ടിച്ചമച്ചതുമാണെന്നുള്ള വാദവും ഉയരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനുള്ളിലെ ഈ കല്ലുകടി ഇന്നലെ ശരവേഗത്തിൽ പ്രചരിച്ചു. ആ വാർത്ത പത്മജയുടെ സാഹോദര്യ സ്നേഹത്തെ തൊട്ടുണർത്തി. താൻ പണ്ടേ മുന്നറിയിപ്പ് തന്നതല്ലേ, അന്ന് അത് ഗൗനിച്ചില്ലല്ലോ എന്ന് പത്മജ പറയുകയാണ്. തൃശൂരിലെ നേതാക്കളെല്ലാം ചതിയന്മാരാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം മുരളീധരൻ തന്നെ ഇത് തിരിച്ചറിയുമെന്നും പറഞ്ഞതല്ലേ എന്നായിരുന്നു പത്മജയുടെ ചോദ്യം. TN പ്രതാപനും MP വിൻസെന്റും സയാമീസ് ഇരട്ടകളാണെന്നും കൂടെ നടന്ന് ചതിക്കുന്നവരാണെന്നും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇവർക്കെതിരെ പരാതി നൽകിയിട്ട് കാര്യമില്ല. ചതിയന്മാർക്ക് എപ്പോഴും കൈകൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അതുകൊണ്ട് തന്നെ ആ പരാതി ചവറ്റുകൊട്ടയിൽ പോകാനാണ് സാധ്യതയെന്നും പത്മജ കുറിച്ചു. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് അവർ. പത്മജയുടെ ഈ ചോദ്യത്തെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, മുരളീധരന് തിരിച്ചടി കിട്ടിയപ്പോൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിനും മുരളീധരനുമെതിരെ തിരിച്ചടിക്കാനുള്ള ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന തരത്തിൽ. മറ്റൊന്ന്, താൻ മുന്നറിയിപ്പ് നൽകിയിട്ടും തൻ്റെ സഹോദരൻ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ അകപ്പെട്ടതിൻ്റെ ആകുലതയോ വിഷമമോ ആകാം എന്ന തരത്തിലും. ഇനി പത്മജയെ മാറ്റി നിർത്തി മുരളീധരന്റെ വാക്കുകളിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയാൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഇന്നലെ പ്രചരിച്ചത് വ്യാജ വാർത്ത അല്ല എങ്കിൽ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് എത്തിച്ചതിനു പുറകിൽ അദ്ദേഹത്തെ ഒതുക്കാനുള്ള നീക്കമാണ് എന്ന ഉയർന്നു വരുന്ന വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നോ എന്ന ചോദ്യം. രണ്ടാമത്തേത്, കെ കരുണാകരന്റെ മണ്ഡലത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മകൾക്കും മകനും അനുകൂലമായി നിൽക്കുന്ന വോട്ടുകൾ അദ്ദേഹത്തിന്റെ മാനസപുത്രിയായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിനെ തുടർന്ന് തങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ കരുണാകരന്റെ മകനെ തന്നെ കളത്തിലിറക്കുക എന്ന കോൺഗ്രസിന്റെ ഭീകരമായ ബ്രില്യൻസ് രാഷ്ട്രീയമാണോ അരങ്ങേറിയത് എന്ന ചോദ്യം. ഇനി ഇവ രണ്ടുമല്ലെങ്കിൽ എതിർകക്ഷികൾ പറഞ്ഞു പരത്തിയ പോലെ മുരളീധരനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് തോൽപ്പിക്കാനുള്ള നീക്കമായിരുന്നോ അരങ്ങേറിയത് എന്ന പ്രസക്തമായ ചോദ്യം. അസ്വാഭാവികമാണ് എന്ന് തോന്നുമെങ്കിലും മുൻകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ചില ധാരണകൾ പരിശോധിക്കാം. പലപ്പോഴായി കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഇന്നർ പൊളിറ്റിക്സ് കൃത്യമായി തന്നെ പൊതുമധ്യത്തിൽ വിളിച്ചു പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത നേതാവാണ് കെ മുരളീധരൻ. മാത്രമല്ല, തന്നെ പാർട്ടി തഴയുന്നു എന്ന് പലപ്പോഴായി ആവർത്തിച്ച് പറഞ്ഞ് പാർട്ടിയെയും നേതാക്കളെയും പ്രതിസന്ധിയിലാക്കി. പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിന്റെ വീഴ്ചകൾ കൃത്യമായി തുറന്നു കാണിക്കുന്നതിൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടു എന്ന് രൂക്ഷമായി തുറന്നു പറച്ചിൽ നടത്തി. പാർട്ടിക്ക് ഇപ്പോൾ നട്ടിലില്ലാത്ത അവസ്ഥയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു. ഇനി ഇതിനെല്ലാം അപ്പുറം നിയമസഭയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മുരളീധരനെ ലോക്സഭയിൽ സീറ്റ് നൽകി അദ്ദേഹത്തിന്റെ തോൽവി ഉറപ്പാക്കിക്കൊണ്ട് നൽകിയ അവസരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആത്മവീര്യം കെടുത്തി നിയമസഭയിൽ നിന്നും മാറ്റാനുള്ള നീക്കമാണോ എന്ന് പോലും ഇടതുചേരികളിൽ നിന്ന് ആദ്യമേ വിമർശനമുയർന്നിരുന്നു. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും വാദങ്ങളും സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. 3 മത്സരാർത്ഥികളും ഒന്നിനോടൊന്ന് കരുത്തർ തന്നെ. ആര് വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല. അതേസമയം ഇനി പരാജയമാണ് വിധിയെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ബാക്കി 2 മുന്നണികളെയും സ്ഥാനാർത്ഥികൾക്കുണ്ട്. എന്നാൽ അതേസമയം തൃശ്ശൂരിൽ മുരളീധരൻ പരാജയപ്പെട്ടാൽ എന്താകും അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായി മറുപടിയില്ല. എന്നാൽ താൻ പരാജയപ്പെടുകയാണെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പിന്നെ കെട്ടിക്കിടക്കില്ല എന്ന മുരളീധരൻ തന്നെ മുൻപേ പ്രവചിച്ചിരുന്നു. താൻ തിരിച്ചു പോകും, പിന്നീട് തന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്നല്ലാതെ എന്താണ് തന്നെ കാത്തിരിക്കുന്ന അടുത്ത ചുമതല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്
കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇടതിൻ്റെ ആശയങ്ങൾ ശരിയാണ് എന്ന് തന്നെയാണ്. ഇനി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കോൺഗ്രസിനുള്ളിലെ എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറയുന്ന വ്യക്തി എന്ന നിലയിലും കോൺഗ്രസിനുള്ളിലെ എല്ലാ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി എന്ന നിലയിലും പലപ്പോഴും പാർട്ടിക്ക് പുറമെ നിൽക്കുന്ന അവഗണന നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇതേ അവസ്ഥ നേരിടേണ്ടി വന്നപ്പോഴാണ് പത്മജയും BJPയിലേക്ക് പോയത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. പത്മജയുടെ വെളിപ്പെടുത്തലിൽ പ്രധാനപ്പെട്ട ഘടകം വൈകാതെ തന്നെ ഇത്തരത്തിൽ അവഗണന നേരിടുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടെല്ലാം തന്നെ ആ കൂട്ടത്തിൽ ഒരാളായി തീരുമോ കെ മുരളീധരൻ എന്ന ആശങ്ക തീർത്തും തള്ളിക്കളയാനാകില്ല.